ഹലോ. അപ്പം ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കാണുമ്പോൾ തന്നെ വിചാരിക്കുന്നത് എന്താ മീനുമായിട്ടെന്നല്ലേ? അപ്പം മീനുമായിട്ട് തന്നെയാണ് ഇന്നത്തെ പരിപാടി. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് മീൻ കിട്ടാറില്ല, നല്ല നല്ല വിലയായിരുന്നു കേട്ടോ മീൻ. പിന്നെ വിശ്വസിച്ച് മേടിക്കാൻ എനിക്കൊരു പേടിയുണ്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ചന്തയിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യം മീനൊക്കെ മേടിച്ച് വന്നു. അപ്പോൾ ഇന്ന് നമുക്കതെല്ലാം വെട്ടി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഒന്നാമത് കണ്ണ് വയ്യാതെയൊക്കെ നിന്നാണ് ഈ വെട്ടുന്നത്. ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു ലോഡ് കാക്കകൾ എൻ്റെ ചുറ്റും വന്നിരിക്കും കേട്ടോ. പിന്നെ ഒരു പൂച്ചയുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് വരും, ഒരു കണ്ടം പൂച്ച കണക്ക് വരും കേട്ടോ. അപ്പോൾ അത് വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ. പക്ഷേ കാക്ക രക്ഷയില്ല, എൻ്റെ ചുറ്റി അങ്ങ് നിൽക്കും കേട്ടോ. കൂടെ യാശുവും കാണും. അപ്പം ഇന്ന് നമ്മൾ കിട്ടിയ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വങ്കട ഉണ്ടായിരുന്നു കേട്ടോ. 200 രൂപയ്ക്ക് 4 വങ്കടയും പിന്നെ 100 രൂപയ്ക്ക് 5 കുട്ടി വങ്കട ഉണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യം പോലെ പടപടേന്ന് ഉരിച്ചുരിച്ചെടുക്കുക കേട്ടോ തുലിയൊക്കെ. കഴിഞ്ഞ ഒരു വ്ളോഗിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് നല്ല പാടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ. ഇതുപോലെ വെട്ടി വൃത്തിയാക്കി എടുക്കും. പിന്നെ പണ്ട് എല്ലാവരും പറയും നമ്മൾ മീൻ വെട്ടുമ്പോഴത്തേനുണ്ടല്ലോ ചുമന്നിരിക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് മീനായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഞാൻ ഈ വെട്ടുന്ന മീനെല്ലാം ചുമന്ന് തന്നെയായിരുന്നു ആദ്യം. പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേന് ചെറിയ വെള്ള മീൻ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ വലിയ പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇന്നൊന്ന് ഫ്രീസറിൽ വെട്ടാൻ പറ്റില്ലെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരുപാട് പേര് എന്നോട് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട് ഫ്രീസറിൽ വെച്ചിട്ട് വെട്ടുവാണെങ്കിൽ പെട്ടെന്ന് ഇരിഞ്ഞ് വരും. ഞാനും ഈ പറഞ്ഞ എനിക്ക് തലയുടെ സൈഡ് വെച്ചിട്ട് തന്നെ കേട്ടോ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിത് നോക്കുമ്പോൾ കാണാം, അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ആ ഒരു നീക്ക് വിട്ടുപോകുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ചില സമയത്ത് പറ്റത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിതേ കട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വലിയ വങ്കടയോ അല്ലായിരുന്നു കേട്ടോ. ടപ്പ് ചെയ്യുന്നത് ഇതുപോലെ, ഇത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് കറക്റ്റ് വരുവാണെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ആ മീൻ ഫുള്ള് ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ തന്നെ ഞാൻ അതെല്ലാം വെട്ടി ഒരു സെറ്റ് പ്രത്യേകം മാറ്റിയിടാം. പിന്നെ നമുക്ക് 200 രൂപയ്ക്ക് അയലയും കൂടെ ആയിരുന്നു കിട്ടിയത്. വേറെ മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചന്തയിൽ. അപ്പോൾ അയല, പണ്ട് അയലയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് കുഞ്ഞിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയലയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇഷ്ടമല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ആ പണ്ടത്തെ അയലയുടെ ടേസ്റ്റ് ഒന്നും ഇപ്പോൾ കിട്ടാറില്ല കേട്ടോ. അപ്പം ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനായിരുന്നു അയല. ഇപ്പോൾ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും ഇല്ല കേട്ടോ, എല്ലാവർക്കും കഴിക്കും. പിന്നെ അയലായിപ്പോൾ ഞാൻ വെട്ടുമ്പോൾ ഈ കണ്ണും കൂടെ ഇതുപോലെ ഇട്ട് വെട്ടിയെടുക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ തല കഴിക്കും, എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാനും സിയാനും എന്നെപ്പോലെ തന്നെയാണ് സിയാനും, അവനും ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ അവന് ഞാൻ പിച്ചി കൊടുക്കണം. ഈ ഒരു മീൻ കണ്ടോ, നിങ്ങൾ കാണിക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചു. ചുമന്നല്ല മഞ്ഞ കളറിൽ ഇരിക്കുമായിരുന്നു കേട്ടോ. അതെന്താ പ്രശ്നമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്കൊരു പേടി കാരണം ഞാൻ എന്തെന്ന് പറയുമ്പോൾ ആ മീനിനകത്ത് കളഞ്ഞു, അത്രേ ഉള്ളൂ. കാരണം ഒന്നാമത് ഇപ്പം മീൻ മേടിക്കുന്നത് പേടിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കാക്കയ്ക്കൊക്കെ കണ്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വങ്കട എല്ലാം കൂടെ ഒരെണ്ണം ഞാൻ 3 പീസ് വെച്ചിട്ടാക്കും കേട്ടോ. എനിക്ക് വലിയ മുതുക്ക് പീസൊന്നും എനിക്ക് ഇഷ്ടമല്ല, അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ പീസസ് ആവണം. പിന്നെ വാല് ഇച്ചിരി ഒന്ന് നീട്ടി വെട്ടും കേട്ടോ, അത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ അടിപൊളിയല്ലേ. അപ്പോൾ ആ മീനെല്ലാം കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി. പിന്നെ നമ്മുടെ അയല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അയല എടുക്കുമ്പോഴത്തേന് അതിനകത്ത് ഒരു 3-4 പീസ് ആക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഒരെണ്ണം 2 പീസ് ആക്കിയായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ഞാൻ ഒരു മീൻ എപ്പോൾ കിട്ടിയാലും ഞാൻ 3 പീസ് ആക്കും കേട്ടോ. എനിക്കില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. 2 പീസൊക്കെ ആക്കിയാൽ അയ്യോ 2 പീസേ ഉള്ളൂ എന്നൊരു വിചാരം കേട്ടോ. ഇത് വാല് ഞാൻ അത്ര നീട്ടിയിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഈ തലയും കൂടെ ചേർന്നുള്ള ആ ഒരു പീസ് കറിയിലിടുമ്പോൾ അത് എനിക്കോ അല്ലെങ്കിൽ ചെയ്യാൻ തന്നെ ആയിരിക്കും കേട്ടോ, ഞങ്ങളെടുക്കും. അങ്ങനെ ആ മീനും എല്ലാം വെട്ടി കഴുകിയപ്പോഴത്തേന് എൻ്റെ ഗ്ലൗസൊക്കെ ഊരി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇപ്പം മീൻ ഒക്കെ കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം മീനുള്ള സമയത്ത് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ട് തന്നെയായിരിക്കും കേട്ടോ കട്ട് ചെയ്യുന്നത്. അത് ഭയങ്കര പരിഷ്കാരം കാണിക്കാനൊന്നുമല്ല, എനിക്ക് എല്ലാ ജോലിയും കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഒന്ന് ഫ്രഷ് ആവുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കയ്യിൽ സ്മെല്ല് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മുടെ മീനും കത്തിയും എല്ലാം കഴുകി അകത്ത് പോയി ഇന്നത്തേക്ക് മാറ്റിയിട്ട് ഞാൻ കുറച്ച് 3 ബോക്സസിനകത്താക്കി 3 എണ്ണവും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ എനിക്കൊരു സമാധാനം വരത്തുള്ളൂ കേട്ടോ. മാത്രമല്ല അത്യാവശ്യം മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് 3 ദിവസം കൊണ്ട് എനിക്ക് തീർക്കണം. ഇങ്ങനെ വെട്ടി വെക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കട്ടോ. അപ്പോൾ ഇന്നത്തെ മീൻ കട്ടിങ് വീഡിയോ ഇത്ര ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.